ഹലോ ഓൾ, ലെറ്റ്സ് ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്നോട് കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന PDF ടു വേർഡ് കൺവേർഷൻ ആയിട്ടുള്ള അങ്ങനത്തെ ജോലികൾ കിട്ടുന്ന ഏതെങ്കിലും സൈറ്റ്സോ അങ്ങനത്തെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ജെനുവൻ ആയിട്ടുള്ള വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു മെയിൽ ID വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്രോജക്ട്സ് കാണാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു ഫോൾഡറിൻ്റെ സിമ്പൽ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് ഡാറ്റ എൻട്രി ജോലികളും അതുപോലെ തന്നെ ടൈപ്പിംഗ് ജോലികൾ, PDF ടു വേർഡ് ജോബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജോലി സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. താഴെ കാണുന്ന ആ ഒരു സെർച്ച് സിമ്പലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഏരോ മാർക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ PDF ടു വേർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജോലികൾ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തായാലും ഓൾ ഓവർ ഇന്ത്യയിലത്തെ ജോലികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാം. നമ്മുടെ കേരളത്തിലുള്ള ജോലികൾ ഫിൽട്ടർ ഔട്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ചിലർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജോലികളുടെ കമ്പനിയുടെ പേരടക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം, അങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടോ, ജെനുവിൻ ആണോ എന്നുള്ളത് സെർച്ച് ചെയ്യുക. അതിനുശേഷം ആ ഒരു ജോലിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു ജോലി ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനുള്ള ഭാഗമാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കാണാം. പ്രൊഫഷൻസി ഇൻ എക്സൽ, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ജോലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് 3 കാര്യമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ, ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ മെയിലിലോട്ട് ഒരു വെരിഫിക്കേഷൻ വരും, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. മൂന്നാമത്തെ, നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. ഞാനിനി ആ ഭാഗം കൂടെ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രപ്പോസൽ അവർക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ പോലെ തന്നെ ഒത്തിരി ആപ്ലിക്കൻസ് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ അവർ നോക്കിയിട്ട് അവർക്ക് ആപ്റ്റാന്ന് തോന്നുന്ന കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ ഒരു ജോലി തരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ജോലികൾക്ക് എല്ലാത്തിനും ഇതുപോലെ പ്രപ്പോസൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് റേറ്റ് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ബിഡ് എന്നാണ് പറയുക. അപ്പം നമ്മൾ റേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഏറ്റവും ചെറിയ എമൗണ്ട് വെച്ചിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അവർ നോക്കിയിട്ട് ഏറ്റവും പൈസ കുറവിന് ചെയ്തു തരാമെന്ന് പറയുന്ന ആൾക്കാർക്കായിരിക്കും മേ ബി ആ ഒരു ജോലി കൊടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള ജോലികൾ നിങ്ങൾക്ക് താഴെ കാണുന്ന സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ട് പ്രപ്പോസൽസ് സെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൽ ID ത്രൂ ആയിരിക്കും ഇവർ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു ജോലി ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.